ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യ ഹർജിയിൽ അല്പസമയത്തിനകം വിധി. തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധിയിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. ഹർജിയിൽ ഇന്നലെ വാദം പൂർത്തിയാക്കിയ കോടതി വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. CK അഭിലാലാണ് വിവരങ്ങളുമായുള്ളത്. അഭിലാൽ, ഇനി രാഹുലിനെ കസ്റ്റഡിയിൽ വേണ്ട എന്ന് അന്വേഷണ സംഘം അറിയിച്ചിരുന്നു. വാദം ഇന്നലെ പൂർത്തിയായതാണ്. ജാമ്യം കിട്ടാനുള്ള സാധ്യത എത്രമാത്രം? 4 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡി, 3 ദിവസത്തെ സേഫ്റ്റി കസ്റ്റഡി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിട്ട് ഇന്ന് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ട് ഒരാഴ്ച പൂർത്തിയാവുകയാണ്. ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തിരുവല്ല വിധി പറയുന്നത്. ഇന്നലെ വിശദമായ വാദത്തിനായി കേസ് പരിഗണിച്ചപ്പോൾ കോടതി തുടങ്ങിയ ആദ്യത്തെ കേസായി വിളിച്ചുവെങ്കിൽ 1 മണിക്കൂർ സമയം പിന്നിടുമ്പോഴും രാഹുലുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത 100/2026 എന്നുള്ള കേസ് വിളിച്ചിട്ടില്ല. ഇന്നലെ വിശദമായ വാദം ഏറെക്കുറെ 2 മണിക്കൂർ സമയമാണ് കോടതിയിൽ ഇത് സംബന്ധിച്ച വാദമുഖങ്ങൾ ഇരുപക്ഷവും ഉയർത്തിയത്. രാഹുലിനെ യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ നിലപാട്. മാത്രവുമല്ല, ഇതിന് സമാനമായ മറ്റ് 2 കേസുകളിൽ കൂടി അദ്ദേഹം പ്രതിയാണ് എന്നുള്ള കാര്യം കൂടി കോടതിയെ പ്രോസിക്യൂഷൻ ബോധ്യപ്പെടുത്തിയ സാഹചര്യമുണ്ടായിരുന്നു. മറ്റൊന്ന്, പ്രോസിക്യൂഷൻ ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട പരാതിക്കാരിയുടെ മൊഴിയുടെ വീഡിയോ റെക്കോർഡിംഗ് CD-യിൽ ആക്കി കോടതിയിൽ സമർപ്പിച്ചു. അത് കോടതി പരിഗണിക്കും എന്നുള്ളത് കൂടിയാണ് അന്വേഷണ സംഘവും കരുതുന്നത്. എന്തായാലും നമുക്ക് ലഭ്യമാകുന്ന വിവരവും അതോടൊപ്പം തന്നെ നിയമവൃത്തങ്ങളുടെ വിലയിരുത്തലും കണക്കിലെടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കാനുള്ള സാധ്യതയാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഉത്തരവ് കിട്ടിയാൽ ഉടൻ തന്നെ പ്രതിഭാഗം തീർച്ചയായും ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കും. അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജാമ്യ ഹർജി അവിടെ നൽകാനുള്ള സാധ്യതയാണുള്ളത്. അവിടെയും നിയമപരമായ തിരിച്ചടിയാണ് നേരിടുന്നതെങ്കിൽ തീർച്ചയായും ഹൈക്കോടതിയെ സമീപിക്കാം എന്നുള്ളതാണ് പ്രതിഭാഗം കണക്ക് കൂട്ടുന്നത്. എന്തായാലും 1 മണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കോടതി പിരിയുന്നതിന് മുൻപായി രാഹുൽ മാങ്കൂട്ടം പ്രതിയായ കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിധി പ്രതീക്ഷിക്കുന്നുണ്ട്.